നമസ്കാരം, സ്മിത ടീച്ചറാണ്. +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിന്റെ 5ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. മുൻ ക്ലാസ്സുകളിൽ ചാർജുകളെ കുറിച്ചും ഫീൽഡുകളെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു പ്രത്യേകതരം സിസ്റ്റം ഓഫ് ചാർജസ് ആയ ഡൈപോളുകൾ എന്നാൽ എന്തെന്ന് മനസ്സിലാക്കണം. A system of two equal and opposite charges separated by a very small distance. അതാണ് ഡൈപോൾസ് എന്നാൽ. ഓക്കെ, -q ചാർജും +q ചാർജും വളരെ ചെറിയൊരു സെപ്പറേഷൻ 2a കൺസിഡർ ചെയ്യുന്നു. അതാണ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, ഇലക്ട്രിക് ഡൈപോളിന്റെ ഡിറക്ഷൻ -q ൽ നിന്ന് +q എടുക്കുന്നത്. ഡിറക്ഷൻ പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് അത് വെക്റ്റർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോ ഇലക്ട്രിക് ഡൈപോളിന്റെ മെഷർമെന്റ്, അതിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുക. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P is measured as the product of any one of the charges Q and the separation between the two charges 2a. ഈ 2a എന്ന് എടുക്കാൻ കാരണം ഡൈപോൾ സിസ്റ്റത്തിന്റെ സെന്ററിൽ നിന്ന് -q ലേക്കുള്ള ഡിസ്റ്റൻസ് a എന്ന് എടുക്കണം, +q ലേക്കുള്ള ഡിസ്റ്റൻസും a എന്ന് എടുക്കണം. സൗകര്യപ്രദമായിട്ട് അങ്ങനെ എടുക്കണം. -q ൽ നിന്ന് +q ലേക്ക് ഡിറക്ഷൻ പറയുന്നത് കൺവെൻഷണൽ ആയിട്ടാണ്. ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് കൂളം മീറ്റർ ആണ്. ചാർജിന്റെ സെപ്പറേഷൻ അല്ലേ, അപ്പൊ അതുകൊണ്ട് യൂണിറ്റ് കൂളം മീറ്റർ ആണ്. നമുക്ക് പരിചിതമായ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ CO2, വാട്ടർ മോളിക്യൂൾ H2O, മീഥേൻ മോളിക്യൂൾ CH4, ഇവയിലെല്ലാം ഡൈപോൾ സിസ്റ്റംസ് ആണ് ഉള്ളത്. ഓക്കെ, let us derive an expression for the electric field due to a dipole on the axial line. ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റ് Pയിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി P എന്ന പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ്, സ്മോൾ ടെസ്റ്റ് ചാർജ് Q കൺസിഡർ ചെയ്യും. അവിടെ +q ചാർജ് കാരണവും -q ചാർജ് കാരണവും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വെക്റ്റർ സം എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡൈപോളിന്റെ ഡിറക്ഷൻ P കാണിച്ചിരിക്കുന്നത് നോക്കുക. -q ൽ നിന്നും +q ലേക്കാണ് ഡിറക്ഷൻ ഉണ്ടാവുക. ഓക്കെ, P എന്ന പോയിന്റ് സെന്റർ ഓഫ് ദി ഡൈപോളിൽ നിന്നും r അകലത്തിലാണ്. അപ്പോൾ സെന്റർ ഓഫ് ദി ഡൈപോളിൽ നിന്നും r അകലത്തിലുള്ള ഒരു പോയിന്റ് Pയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, +q ചാർജ് കാരണം P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? +q ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. ഓക്കെ, അതാണ് ആ ഡിറക്ഷൻ കാണിച്ചിരിക്കുന്നത്, എവേ ഫ്രം ദ ചാർജ്. ഇപ്പം ഇവിടെയാണ് +q ചാർജ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെയാണ് പോയിന്റ് P എങ്കിൽ എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും എന്തുണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഉണ്ടാവുക. ഓക്കെ, ഇനി -q ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് P എന്ന പോയിന്റിൽ എത്രയായിരിക്കും? P എന്ന പോയിന്റിൽ നമ്മളൊരു സ്മോൾ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ടുവേർഡ്സ് ദ ചാർജ് ഇഫ് ദി ചാർജ് ഈസ് നെഗറ്റീവ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് Q ചാർജ് ഉണ്ട്. പോയിന്റ് P ഇവിടെയാണെന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും എന്നുണ്ടാകുക -q ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഉണ്ടാവുക. ക്ലിയർ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു തരാം, ശ്രദ്ധിച്ചോളൂ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദി ആക്സിയൽ ലൈൻ. നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ ആണ് ഈ കാണുന്നത്. +q ചാർജ് ഈ പോയിന്റിലുണ്ട്, -q ചാർജ് ആ പോയിന്റിൽ. O ആണ് സെന്റർ ഓഫ് ദി ഡൈപോൾ. ലെങ്ത് ഓഫ് ദി ഡൈപോൾ 2a ആണ്. അതായത് ഓയിൽ നിന്നും +q ചാർജിലേക്കും
മൈനസ് ക്യൂ ചാർജിലേക്കും ഉള്ള ഡിസ്റ്റൻസ് എ വീതമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പി എന്നതാണ് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ്. ഈ പോയിന്റ് പി സെന്റർ ഓഫ് ദി ഡൈപോൾ ഓയിൽ നിന്നും ആർ അകലത്തിലാണ്. ഈ പി പോയിന്റില് പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം, മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അതിന്റെ വെക്റ്റർ സം എടുക്കുക. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദി ആക്സിയൽ ലൈൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂളംസ് ലോ അപ്ലൈ ചെയ്യാം. F = EQ എന്നതാണ് ഇക്വേഷൻ. ഏത് പോയിന്റിലാണോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കേണ്ടത് അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ് വെക്കുക. ഈ പോയിന്റ് പിയിൽ ഒരു ടെസ്റ്റ് ചാർജ് സ്മോൾ ക്യൂ വെക്കുന്നു. അപ്പോൾ ആ ടെസ്റ്റ് ചാർജ് കാരണം അല്ലെങ്കിൽ ആ ടെസ്റ്റ് ചാർജിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അത് എത്രയാണ്? പ്ലസ് ക്യൂ ചാർജ് കാരണം മൈനസ് ക്യൂ ചാർജ് കാരണം അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുക. ഇപ്പം പി എന്ന് പറയുന്ന പോയിന്റില് പ്ലസ് ക്യൂ ചാർജ് കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പറയുമ്പോൾ F = EQ എന്ന ഇക്വേഷനില് E = F/Q എന്നാണ് വരിക. F/Q വരുമ്പോഴേക്കും ഇക്വേഷൻ വരുന്നത് 1/4πε0 Q/r² ആണ്. r എന്നുള്ളത് ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിന്റെ വാല്യൂ പി എന്ന പോയിന്റിലേക്ക് പ്ലസ് ക്യൂ ചാർജിൽ നിന്നും മൈനസ് ക്യൂ ചാർജിൽ നിന്നും എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. ഓക്കെ, പ്ലസ് ക്യൂ ചാർജിൽ നിന്നും പി എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സെന്റർ ഓഫ് ദി ഡൈപോൾ മുതലുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. സെന്റർ ഓഫ് ദി ഡൈപോൾ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ് അല്ലെ? അപ്പം ഈ ഡിസ്റ്റൻസ് അപ്പൊ കുറയ്ക്കണം. ഈ ഡിസ്റ്റൻസ് കുറച്ചാലേ എന്താകുള്ളൂ? ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആവുള്ളൂ. അത് എത്രയായിരിക്കും? r - a ആയിരിക്കും. ഇവിടം തൊട്ട് ഇവിടം വരെ r ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ a ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്ലസ് ക്യൂ ചാർജ് പി എന്ന പോയിന്റുമായിട്ടുള്ള അകലം എന്ന് പറയുന്നത് r - a ആയിരിക്കും. അതുപോലെ മൈനസ് ക്യൂ ചാർജ് പി എന്ന പോയിന്റുമായിട്ട് എത്ര അകലത്തിലായിരിക്കും? r + a അകലത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എഴുതാൻ എളുപ്പമുണ്ട്. ഈ പ്ലസ് ക്യൂ = 1/4πε0 Q/r² എന്നുള്ള സ്ഥലത്ത് ആ ഡിസ്റ്റൻസ് r - a ആയിരിക്കും. മൈനസ് ക്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റൻസ് r + a ആയിരിക്കും. ഇനി ഡിറക്ഷൻ ആണ് നോക്കേണ്ടത്. ഡിറക്ഷൻ എങ്ങനെ പറയാൻ പറ്റും? പി എന്ന പോയിന്റിൽ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ് വെക്കുന്നത്. അപ്പോ പ്ലസ് ക്യൂ ചാർജ് കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ അറിയണം. കണ്ടോ, ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ഇവിടെയുള്ള ചാർജ് ഏതാണ്? പോസിറ്റീവ് ആണ്, യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ഈ ചാർജ് ഏതാണ്? പോസിറ്റീവ് ആണ്. അപ്പൊ എന്തായിരിക്കും വരുന്നത്? പോസിറ്റീവ് കൂടി ആകുമ്പോൾ റിപ്പൽഷൻ ആയിരിക്കും, എവേ ഫ്രം ദി ചാർജ് ആണ് അല്ലെ? അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ പ്ലസ് ക്യൂ ചാർജ് ഈസ് എവേ ഫ്രം ദ ചാർജ് ഇഫ് ദ ചാർജ് ഈസ് പോസിറ്റീവ്. ഇവിടുത്തെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. ഓക്കെ, ഇനി നെഗറ്റീവ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും വരുന്നത്? ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് അല്ലേ, ഇവിടെ മൈനസ് ക്യൂ ചാർജ് അല്ലേ? അപ്പം പ്ലസും മൈനസ് ക്യൂ കൂടി ആകുമ്പോഴേക്കും അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയുക? ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഉണ്ടാവുക. എപ്പോ? ഇഫ് ദ ചാർജ് ഈസ് നെഗറ്റീവ്. ഓക്കെ, അട്രാക്ഷൻ വരുന്നത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ടുവേർഡ്സ് ദി ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്താ അറിയേണ്ടത്? ഡിറക്ഷൻ അറിഞ്ഞു കഴിഞ്ഞു, രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ വെക്ടർ സം എടുക്കണം. ഏതാ വലുത്, ഏതാ ചെറുത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക വേണ്ടത്. ഏതായിരിക്കും വലുത് വരുന്നത്? നമ്മുടെ ഈ പ്ലസ് ക്യൂ നോക്കൂ, അവിടെ ഡിനോമിനേറ്റർ r - a അല്ലേ? ഡിനോമിനേറ്ററിൽ കുറവ് വാല്യൂ വന്നാലാണ് എന്ത് വരിക? ഈ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വരിക. അപ്പോൾ ഈ പ്ലസ് ക്യൂ ആണ് കൂടുതൽ. ഈ പ്ലസ് ക്യൂവിൽ നിന്നും കുറവായിട്ടുള്ളത് ഡിനോമിനേറ്ററിൽ കൂടുതൽ വരുന്നതായിരിക്കും ഏത്?
കുറവായിട്ടുള്ള വാല്യൂ. 1/2 ആണോ 1/4 ആണോ വലുത്? 1/2 അല്ലേ വലുത്. അതായത് 2 കുറവാണ്, 4 കൂടുതലാണ്. അപ്പോൾ കുറവായിട്ട് വരുന്ന വാല്യൂ ആയിരിക്കും എന്താ വരിക, കൂടുതലായിട്ട് വരിക. സോ ഈ പ്ലസ് ക്യൂവിന്റെ വാല്യൂ ആണ് കൂടുതലായിട്ടുള്ളത്, ഈ മൈനസ് ക്യൂവിന്റെ വാല്യൂ ആണ് കുറവായിട്ടുള്ളത്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയാണ് വേണ്ടത്. കണ്ടോ? അപ്പോ നെറ്റ് ഫീൽഡിന്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും വരുന്നത്? ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെന്റ്. ഇതാണ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെന്റ് എന്ന് പറയുക. പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദി ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എവേ ഫ്രം ദ പ്ലസ് ക്യൂ ചാർജ് ആയിരിക്കും. മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടുവേഴ്സ് ദി ഡൈപോൾ മൊമെന്റ് പി ആയിരിക്കും, ടുവേഴ്സ് ദി ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെന്റ് പി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ടു ദി ഡൈപോൾ മൊമെന്റ് പി ആയിരിക്കും. ഡൈപോൾ മൊമെന്റ് ഡിറക്ഷൻ എടുക്കുന്നത് മൈനസിൽ നിന്നും പ്ലസിലേക്കാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. മൈനസ് ക്യൂ ചാർജിൽ നിന്നും പ്ലസ് ക്യൂ ചാർജിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി വെക്ടർ സം എടുത്താൽ മതി, അതായത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. നെറ്റ് ഡിറക്ഷൻ വരുന്നത് എങ്ങോട്ടായിരിക്കും? ഇത് കൂടുതൽ ഇത് കുറവ്, അപ്പം ഇത് ഇങ്ങോട്ടായിരിക്കുമല്ലോ നെറ്റ് ഫീൽഡിന്റെ ഡിറക്ഷൻ വരിക. സോ ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെന്റ് പി ആയിരിക്കും നെറ്റ് ഫീൽഡിന്റെ ഡിറക്ഷനും ഉണ്ടാവുക. സിംപ്ലിഫിക്കേഷൻ നോക്കാം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 1/4πε0 q by r minus a the whole square minus 1/4πε0 q by r plus a the whole square. ഓക്കെ, അപ്പം q by 4πε0 കോമൺ ആണ്. പിന്നെ എന്താ ഉള്ളത്? 1/r minus a the whole square minus 1/r plus a the whole square ആണ് ഉള്ളത്. ഓക്കെ, 1/r minus a the whole square minus 1/r plus a the whole square നമുക്ക് സിംപ്ലിഫിക്കേഷൻ നോക്കാം. എന്താ വരിക? 1/r minus a the whole square minus 1/r plus a the whole square. അപ്പം LCM എന്താ? r minus a the whole square into r plus a the whole square ആണ് LCM വരുന്നത്. a minus b into a plus b എന്ന് പറഞ്ഞാൽ a square minus b square ആണ് അല്ലേ? പിന്നെ ഒരു സ്ക്വയറും കൂടി ഉണ്ടല്ലോ. സോ ഇവിടെ വരുന്നത് r square minus a square the whole square ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താ വരിക? LCM കൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യല്ലേ വേണ്ടത്. അപ്പോ r plus a the whole square into r minus a the whole square into 1/r minus a the whole square എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താ വരിക? r minus a the whole square ക്യാൻസൽ ചെയ്ത് പോയിട്ട് പിന്നെ ന്യൂമറേറ്ററിൽ r plus a the whole square ആയിരിക്കും വരിക. അടുത്ത ടേമിനായിരിക്കുമ്പോൾ r plus a the whole square രണ്ടിടത്തും ക്യാൻസൽ ആയിട്ട് പോയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ആയി പോയിട്ട് പിന്നെ വരുന്നത് r minus a the whole square ആയിരിക്കും. അപ്പോൾ a plus b the whole square minus a minus b the whole square എന്നാണ് ന്യൂമറേറ്ററിൽ. a square plus 2ab plus b square, a square minus 2ab plus b square. ഇവിടെ ഒരു മൈനസ് ഇല്ലേ, അത് ഓപ്പൺ ആക്കണം. അപ്പോൾ ഇവിടെ എന്താ വരിക? r square plus a square എന്നുള്ളത് r square plus a square plus 2ra എന്ന് വരുന്നത് എന്തായിരിക്കും വരിക? മൈനസ് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് പ്ലസ് പ്ലസ് 2ra എന്നായിരിക്കും വരുന്നത്. ആർ സ്ക്വയറും എ സ്ക്വയറും ക്യാൻസൽ ആയി പോയി. പിന്നെ എന്താ ഉള്ളത്? 2ra മൈനസ് ഓഫ് മൈനസ് 2ra എന്ന് പറഞ്ഞാൽ 4ra അല്ലെങ്കിൽ 4ar എന്നാണ് വരിക. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ അത് അങ്ങ് എഴുതി. ഇനി നമുക്ക് ഈ ഒരു അപ്രോക്സിമേഷൻ കൊടുക്കണം. എന്താ? ഈ ഡിസ്റ്റൻസ് r എന്ന് പറയുന്നത് വളരെ കൂടിയ ഒരു വാല്യൂ ആണ്. നമ്മൾ പറഞ്ഞു ദ ലെങ്ത് ഓഫ് ദി ഡൈപോൾ 2a വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. അതായത് r a അപേക്ഷിച്ച് വളരെ വളരെ വലുതാണ്. സോ r മച്ച് ഗ്രേറ്റർ ദാൻ a ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ അപ്രോക്സിമേഷൻ കൊടുത്തിട്ട് എഴുതാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ 1/4πε0 4qa. ഇവിടെ r സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നുള്ളതിൽ r സ്ക്വയറിനേക്കാളും വളരെ വളരെ ചെറുതാണ് എ സ്ക്വയർ. അപ്പോൾ ആ എ സ്ക്വയർ വാല്യൂവിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ വരിക?
ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും, ആർ റേസ് ടു 4 വരും. ആർ റേസ് ടു 4ഉം 6ഉം കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് വരുന്നത് ഇവിടെ എന്തായിരിക്കും? ആർ ക്യൂബ് ആയിരിക്കും. ന്യൂമറേറ്ററിൽ എന്താ ഉണ്ടാവുക? 1/4πε0. പിന്നെ എന്താണ്? 4QA. 6 ഇവിടുത്തെ ആർ റേസ് ടു 4ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ട് പിന്നെ ഇവിടെ ആർ ക്യൂബ് വന്നല്ലോ. ഓക്കെ, ഇനി നമ്മുടെ ഡൈപോൾ മൊമെന്റ് പിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത്? ഡൈപോൾ മൊമെന്റ് പി ഈക്വൽ ടു 2QA എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡൈപോൾ മൊമെന്റ് പി ഈക്വൽ ടു 2QA. ഡൈപോൾ മൊമെന്റ് പി ഈക്വൽ ടു 2QA എന്നുള്ളതാണ് അതിന്റെ വാല്യൂ വരുന്നത്. സോ ആ പിയുടെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ 2QAക്ക് പിക്ക് വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഒരു 2 ഇല്ലേ? 4ലെ 2 ഇല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 1/4πε0 2p/r³ എന്ന് വരും. അത് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെന്റ്, ഈ പ്ലസ് ക്യൂവിന്റെ ഡിറക്ഷനിലായിരിക്കും വരുന്നത്. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി ഇലക്ട്രിക് ഫീൽഡ്. This is the expression for the electric field due to an electric dipole on the axial line. Okay, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.